ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യത കാണുന്നില്ലെന്ന് ഹൈക്കോടതി. സ്വകാര്യ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി ആവശ്യമുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ദേവസ്വം ബോർഡും സർക്കാരും മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഇക്കാര്യത്തിൽ എന്താണ് സ്വകാര്യ സ്പോൺസർഷിപ്പിലാണെന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് എന്ന് കോടതി പറയുന്ന പശ്ചാത്തലം എന്താണ്? ഇനി എന്നാണ് ആ ഹർജി പരിഗണിക്കുക? ഹാഷ്മി, ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് 2 ഹർജികളാണ് ഹൈക്കോടതിക്ക് മുമ്പിൽ വന്നത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുകയും 9-ാം തീയതി ദേവസ്വം ബെഞ്ച് വിശദമായി കേൾക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് ഹർജി വീണ്ടും പരിഗണിക്കുകയായിരുന്നു. അതിനിടയിലാണ് ചില ചോദ്യങ്ങളും വിമർശനങ്ങളും സർക്കാരിനെതിരെ കോടതി ഉന്നയിച്ചത്. പ്രധാനമായി ഇത് ആരാണ് നടത്തുന്നതെന്ന് സർക്കാരിനോട് ചോദിച്ചു. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഒപ്പം ആഗോള മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടി എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ശബരിമല പോലൊരു ആഗോള തീർത്ഥാടന കേന്ദ്രത്തിന് ഇത്തരത്തിലൊരു പരിപാടിയുടെ ആവശ്യമുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഒപ്പം കോടതി പ്രധാനമായും സുതാര്യത ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇതിന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. സർക്കാർ പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ്, സർക്കാരിന് ദേവസ്വം ബോർഡിന്റെ പക്കൽ നിന്ന് ഫണ്ട് ചെലവാകില്ല, മറിച്ച് ഇത് സ്പോൺസർഷിപ്പിലൂടെ ഫണ്ട് കണ്ടെത്താനാകുമെന്നായിരുന്നു സർക്കാരിന്റെ വാദം. അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വിരിക്കുന്നത് അത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് കോടതി പറഞ്ഞു. അത് ശരിയാണോ എന്നും കോടതി ചോദിച്ചു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന്റെ സാമ്പത്തിക ചെലവുകളും അതോടൊപ്പം സമാഹരണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 9-ാം തീയതി ദേവസ്വം ബെഞ്ച് തന്നെ വിശാലമായി ഈ വിഷയത്തിൽ വാദം കേൾക്കും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.